നമസ്കാരം. ഞാനേ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണ്. ഞാനൊരു ബിഗ് ബോസിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിവില്ലായ്മ, ഞങ്ങൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ എൻ്റെ അനുജൻ അഡ്മിറ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ മെയിൻ എൻട്രൻസ് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഫുട്പാത്തിൽ നമ്മളെ ബിഗ് ബോസിലെ അനുമോളുടെ ചേച്ചി നിന്ന് 2-3 ആൾക്കാരുമായിട്ട് കൂടെ 2-3 പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നുകൊണ്ട് അവർ നമ്മുടെ അടുത്തോട്ട് വന്നു. അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് ഞങ്ങളെ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വീട്ടിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഹോട്ട്സ്റ്റാർ ഇല്ല എന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണം സാറേ, സാറിന് ഫോൺ നമ്പർ തന്നാൽ മതി, അതിലൊരു OTP വരും, അത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. തന്നെ കൂടെ വന്ന് പയ്യൻ നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ അങ്ങനെ കൊടുത്തില്ല, കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ എന്തോ ആ നിമിഷം ഇവരിങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ശരിയോ വോട്ടിങ്ങിൻ്റെ ഇതിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു ഞായറാഴ്ച വോട്ടിങ്ങിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച വോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വൈഫ് ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച മുതലാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവരുടെ നമ്പർ വാങ്ങി അതിലേക്ക് OTP വരികയും ഞാൻ OTP പറഞ്ഞു കൊടുക്കുകയും ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ OTP ആണ് വന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു, അത് പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പോകുന്നു അങ്ങനെ അവർ ആ ഫുട്പാത്തിൽ വരുന്നവരും പോകുന്നവരും അവിടെ കിടക്കുന്നതായും ജോലി രോഗികളുടെ കുട്ടിപ്പിന് വന്നവരായും ടച്ച് ഫോൺ ഇല്ലാത്തവരായ പല ആൾക്കാരുടെയും ബിഗ് ബോസിൻ്റെ പോലെ അറിഞ്ഞ പല ആൾക്കാരുടെയും ആൾക്കാരെ സമീപിച്ച് ഇതിലേക്ക് നമ്പർ വാങ്ങി OTP കൊടുത്ത് വോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതവിടെ വരാ കാര്യങ്ങൾ നിൽക്കട്ടെ. അപ്പം അന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്ത് വരും, ഞാൻ സൺഡേ വോട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം തിങ്കളാഴ്ച ഞാൻ വോട്ടിംഗ് തുറന്നില്ല. ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ കൺസേണായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് തുറന്നപ്പോൾ അനുമോൾ ഓൾറെഡി വോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ സൺഡേയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ അർത്ഥം തിങ്കളാഴ്ച വോട്ട് പോയിട്ടുണ്ട് അനുമോൾക്ക്. ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക്കലി വീണ്ടും പോയിരുന്നു. ബുധനാഴ്ച ഇന്ന് രാവിലെ ഞാൻ പിന്നെ രാവിലെ തുറന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിപ്പം ഞാൻ സംസാരിക്കാൻ കാരണം ഇത് ഏതെങ്കിലും ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്പിലേക്ക് ബൾക്കായിട്ട് പലരുടെയും നമ്പർ ശേഖരിച്ചിട്ട് ബൾക്കായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനെപ്പറ്റി അറിയില്ല. എനിക്ക് തോന്നുന്നു PR കാര്യങ്ങളെല്ലാം ഈ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ വോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ തിങ്കളാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത സാധനം ചൊവ്വാഴ്ച അനുമോൾക്ക് വോട്ട് പോയത് അങ്ങനെയാണ് അറിയാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പം അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് നമ്മൾ ശ്രീ മോഹൻലാൽ പറഞ്ഞത് നമ്മൾ ഈ ബിഗ് ബോസ് ഷോ വളരെ ജെന്യൂനായിട്ട് ഞാനും ബിഗ് ബോസ് ഷോ കാണുന്നത് അത്യാവശ്യം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതൊരു ജെന്യൂനായിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാധിൽ കളിക്കുന്ന അങ്ങനെയുള്ള വോട്ടിംഗ് സമ്പ്രദായം നിലവിൽ വേണ്ടത്. അത് തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങളും ടീമുകളും ബിഗ് ബോസ് ടീമുകളും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ സമയം പ്രമോ ഉൾപ്പെടെ എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് പകരം ഇങ്ങനത്തെ ഒരു ഫേക്ക് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ജെന്യൂനിറ്റി എന്താണ്, അവരെങ്ങനെയാണ് ആ ഷോയിൽ വിന്നറാവുക? ഇതൊക്കെ വളരെ ഉന്നയിക്കപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. കാരണം രാവിലെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ അന്ന് ഞായറാഴ്ചയാണ്, തിരക്ക് വളരെ കുറവായ ദിവസം. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവരോട് നിൽക്കുവാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇതെന്താന്ന് പോലും അറിയാത്ത എത്രയോ ആൾക്കാരോടും സ്വാഭാവികമായിട്ട് ചെന്ന് സമീപിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ പറ്റിയാണ്. എൻ്റെ വൈഫ് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് വൈഫ് അവരോട് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പെട്ടെന്ന് നോക്കി പറഞ്ഞതിൻ്റെ ഒരു വിഷമത്തിൽ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ശരി ഓക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. അതിനൊക്കെ അറിവില്ലായിട്ടുള്ള ആൾക്കാരും ബിഗ് ബോസ് ഷോ കണ്ടിട്ടില്ലാത്ത അനുമോളാരാൻ അറിയാത്തതും അതിൽ മത്സരത്തെ കുറിച്ച് ഒരു അറിവില്ലാത്ത എത്രയോ പേരുടെ ഫോൺ നമ്പറുകൾ ഇവർ സ്വീകരിച്ച് ഇത് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അന്ന് സൺഡേയിൽ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അറിയിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സായുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് അറിയിച്ചത്. അതെന്തെങ്കിലും ഇത് ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക. കാരണം അതിനെപ്പറ്റി എനിക്ക് വേറെ വലിയ അറിവൊന്നുമില്ല. ഇതിൻ്റെ ഈ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിലൂടെ വോട്ട് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് OTP വന്നു, ഞാനിത് ചെയ്തു. അത് ചൊവ്വാഴ്ചയും ഓട്ടോമാറ്റിക്കലി അതിനുള്ള പേരിൽ ടിക്കായി പോകുന്നതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നതും ഞാൻ ചോദിച്ചിരുന്നത്. നമസ്കാരം. ഈ ഓഡിയോ അനീഷ് ബിഗ് ബോസ് ഫാൻസ് എന്ന പേജിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. ദുരൂഹമാണ് ഈ ഓഡിയോ എന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാകും. ഇനി അഥവാ സത്യമാണെങ്കിൽ എത്രമാത്രം നമ്മൾ മലയാളികൾ തരംതാണു പോയി എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.